മലയാളത്തിന്റെ അനുഗ്രഹീത കലാകാരൻ ശ്രീനിവാസനെ കേരളം ഒന്നടങ്കം അർഹിച്ച ബഹുമതികളോടെയാണ് യാത്രയാക്കിയത്. എന്നാൽ ഇതിനിടയിലും ചില തൽപര കക്ഷികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയ നേട്ടത്തിനായി നെറികെട്ട പ്രചരണം നടത്തുന്നു. അതിലൊന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനിവാസനെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയപ്പോൾ ശ്രീനിവാസന്റെ മകനും നടനുമായ ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ലെന്ന് പറഞ്ഞുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും. മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ധ്യാൻ ബഹുമാനിച്ചില്ലെന്നും മുഖ്യമന്ത്രിയെ അവഗണിച്ചു എന്ന തരത്തിലും നിരവധി പോസ്റ്റുകളും കമന്റുകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അത്തരം കമന്റുകൾ ഇട്ടിരിക്കുന്നത് ഇടതുപക്ഷ അനുകൂലികളാണെന്ന തരത്തിലാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ നുണപ്രചരണം. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്. ധ്യാനിനെ മുഖ്യമന്ത്രിയെ ഒന്ന് ബഹുമാനിക്കാമായിരുന്നെന്ന് കമന്റ് ചെയ്ത ഒരു അക്കൗണ്ടിൽ BJP അനുകൂല നേതാക്കളുടെ വീഡിയോയും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആരോപണ വിധേയനായിരുന്ന ദിലീപിനെ അനുകൂലിച്ചുള്ള പോസ്റ്റുകളും കാണാൻ സാധിച്ചു. മറ്റൊരു അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അതിൽ വലതുപക്ഷ അനുകൂല പോസ്റ്റുകളും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ VS അച്യുതാനന്ദനെ പരിഹസിച്ചുള്ള പോസ്റ്റുകളും ഉണ്ട്. ധ്യാനിനെതിരെ കമന്റുകൾ വന്നിട്ടുള്ള 15ഓളം അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അതിലൊന്നും ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന അക്കൗണ്ടുകൾ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഈ കമന്റുകളെ ഇടതുപക്ഷത്തെ പരിഹസിക്കാനുള്ള ആയുധമാക്കിയിരിക്കുന്നത്. സിനിമാ മിക്സർ എന്ന പേജിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്രോളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഈ പേജുകളിലെ മറ്റു ചില പോസ്റ്റുകൾ ഇവയാണ്. ഈ പോസ്റ്റുകളിൽ നിന്നും അക്കൗണ്ടുകളിൽ നിന്നും അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും ഇത്തരം സംഘടിത പ്രചരണം നടത്തുന്നത് ആരൊക്കെയാണെന്ന് വ്യക്തമാണ്.